ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അടിപൊളി ഒരു മസാല ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 2 സവാള നീളത്തിനരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് നല്ല വലുപ്പത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിഞ്ഞ് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാൻ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അതവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്കൊന്ന് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശകലം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിൻ്റെ. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ച് നമ്മളത് ചേർക്കുന്നുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം. എനിക്ക് ഒരുപാട് നെയ്യിടത് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബട്ടർ യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇതാണ്ടേ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.